നെക്സ്റ്റ് ലെങ്ത് പ്രോപ്പർട്ടി, അതായത് എത്ര വലിയ സെൻറ്റൻസാണ് നമ്മൾ എൻ്റർ ചെയ്യണമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് ആ സെൻറ്റൻസിലെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് എണ്ണാനും, ഇപ്പോൾ സെൻറ്റൻസ് ആകുമ്പോൾ ഇടയിൽ ഓരോ വാക്ക് കഴിയുമ്പോൾ നമ്മൾ സ്പേസ് ഇട്ട് കൊടുക്കും, ആ സ്പേസും കൂടി നമ്മളിവിടെ കൗണ്ട് ചെയ്ത ശേഷമാണ് അതിൻ്റെ ഫുൾ ലെങ്ത് എന്ന് പറയുക. അപ്പോൾ ഒരു വേർഡേ ഉള്ളൂ എന്ന് വെച്ചാൽ ആ വേർഡിലുള്ള ലെറ്റേഴ്സിൻ്റെ എണ്ണം കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൗണ്ട് ചെയ്തിട്ട് ഡിസ്പ്ലേ കാണിക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ലെങ്ത് എന്ന് പറയുന്നത്. നോക്കാം, var x, n, x equal javascript n equal x dot length alert n. അപ്പോൾ നമ്മളിവിടെ n ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ നോക്കുക, JAVASCRIPT 10 ലെറ്റേഴ്സ്. അപ്പോൾ 10 എന്നാണ് നമ്മുടെ ബ്രൗസർ വിൻഡോയിൽ നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ നമ്മൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, അതനുസരിച്ച് ഔട്ട്പുട്ടിൽ കാണാൻ പറ്റും. ഇനി നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ ഫങ്ഷൻസും ജസ്റ്റ് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ എക്സ് ഡോട്ട് ലെങ്ത്, വെൽക്കത്തിൻ്റെ ലെങ്ത്. അപ്പോൾ WELCOME, അപ്പോൾ 7 ലെറ്റേഴ്സ് വന്നു. അടുത്തതായിട്ട് എക്സ് ഈക്വൽ വെൽക്കം എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്തു, എന്നിട്ട് .2 ലോവർ കേസ്, അപ്പോൾ എന്താ ഉണ്ടാവുക, സ്മോൾ ലെറ്റർ ആയിട്ട് പ്രിൻ്റ് ആവും. അതുപോലെ അടുത്തതിൽ X.2 അപ്പർ കേസ്, അപ്പോൾ അത് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് പ്രിൻ്റ് ആവുന്നു. അടുത്തത് എക്സ് ഈക്വൽ വെൽക്കം, വൈ ഈക്വൽ ഈസ് നാൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഈസ് നോട്ട് എ നമ്പർ ചെക്ക് ചെയ്യുകയാണ് എക്സിൻ്റെ. നമുക്കറിയാം വെൽക്കം എന്ന് പറയുന്നത് നമ്പർ അല്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രിൻ്റ് ആവുമ്പോൾ നമുക്ക് ജസ്റ്റ് ട്രൂ എന്ന് മാത്രമേ കാണിക്കുള്ളൂ. അടുത്തതായിട്ട് എക്സ് ഈക്വൽ വെൽക്കം, വൈ ഈക്വൽ *3 എന്ന് പറഞ്ഞാൽ നമുക്കവിടെ 0, 1, 2, 3 വരുന്ന ലെറ്റർ സി ആണ്. അപ്പോൾ നമുക്ക് സി ആണ് അവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഔട്ട്പുട്ട് ക്വസ്റ്റ്യനുകൾ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അതനുസരിച്ച് ആൻസർ ചെയ്യാനായിട്ട് പഠിച്ചാൽ നമുക്ക് എളുപ്പമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാരറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഏത് ലെറ്ററാണ് ഏത് പർട്ടിക്കുലർ ഇൻഡെക്സിലാണ് അതാണ് നമ്മളവിടെ നോക്കണത്. അപ്പോൾ *3, അപ്പോൾ 3rd ഇൻഡെക്സ്. അപ്പോൾ നമ്മളെപ്പോഴും 0, 1, 2, 3 അങ്ങനെ എണ്ണാൻ മറക്കരുത്. 0 തൊട്ടാണ് ലെറ്റേഴ്സിൻ്റെ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ലെങ്ത്തിൻ്റെ കേസ് ആണെങ്കിൽ നമ്മളെപ്പോഴും എണ്ണമാണല്ലോ, അപ്പോൾ 1, 2, 3, 4 അങ്ങനെ എണ്ണിയാൽ മതി ലെറ്റേഴ്സ്. പിന്നെ 2 ലോവർ കേസും 2 അപ്പർ കേസും നമുക്ക് അറിയാം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറാൻ 2 അപ്പർ കേസും, സ്മോൾ ലെറ്റർ ആക്കി മാറ്റാൻ 2 ലോവർ കേസും യൂസ് ചെയ്യണു. പിന്നെ ഈസ് നാൻ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് നോട്ട് എ നമ്പർ ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അലർട്ട് ഫംഗ്ഷൻ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും ഫംഗ്ഷനുകളാണ് ബിൽറ്റ് ഇൻ ആയിട്ടുള്ളത് നമ്മൾ പഠിച്ചത്. അടുത്തതായിട്ട് രജിസ്റ്റർ നമ്പറിൻ്റെ ലെങ്ത് ആണ് നമ്മൾ ചെക്ക് ചെയ്യണത്. ഇഫ് ദ ലെങ്ത് ഈസ് ലെസ് ദാൻ 7, രജിസ്റ്റർ നമ്പർ മസ്റ്റ് ഹാവ് 7 ഡിജിറ്റ്സ് എന്ന് കൊടുത്തു. റിട്ടേൺ ക്ലോസ് ചെയ്തു, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, സെൻറ്റർ നമ്മളിട്ടു. ഇനി ഇവിടെ നോക്കാം, എൻറ്റർ ദ രജിസ്റ്റർ നമ്പർ കൊടുത്തു. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടെക്സ്റ്റ്, നെയിം ഈക്വൽ ടു TXT രജിസ്റ്റർ നമ്പർ. നമ്മളപ്പോൾ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് ബോക്സ് ആണ്. ഇനി ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ബട്ടൺ, വാല്യൂ ഈക്വൽ ഗെറ്റ് റിസൾട്ട്, ഓൺ ക്ലിക്ക് ഈക്വൽ ചെക്ക് ഡാറ്റ. നമുക്കപ്പോൾ ഇവിടെ ആ ചെക്ക് ഡാറ്റ എന്ന ഫംഗ്ഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യണത്. അതിൽ പ്രിൻ്റ് ആയിട്ടുള്ളത് നോക്കൂ, ഗെറ്റ് റിസൾട്ട് എന്നാണ്. അപ്പോൾ ഈ ഗെറ്റ് റിസൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരണത്, നമുക്ക് അവിടെ അതനുസരിച്ച് എന്താണോ നമുക്കവിടെ ഡിസ്പ്ലേയിൽ കാണിക്കേണ്ടത് അത് നമുക്ക് കാണിച്ചു തരുന്നു. ഇനി സെൻറ്റർ ക്ലോസ് ചെയ്യണം, ഫോം ക്ലോസ് ചെയ്യണം, ബോഡി ക്ലോസ് ചെയ്യണം, HTML ക്ലോസ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, നമ്മൾ ബോഡിയുടെ അകത്തും നമുക്ക് ഇതുപോലെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീനിൽ അതനുസരിച്ച് നമുക്ക് അവിടെ എന്താണോ വേണ്ടത് വെച്ചാൽ അത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ ഇവിടെ എൻറ്റർ രജിസ്റ്റർ നമ്പർ എന്നാണ് നമ്മളോട് കൊടുത്തത്. അപ്പോൾ നമ്മളൊരു രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യണു, ഗെറ്റ് റിസൾട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ച് അവിടെ അത് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കുന്നു. പിന്നെ സെൻറ്റർ ക്ലോസ് ചെയ്യണം, ഫോം ക്ലോസ് ചെയ്യണം, ബോഡി ക്ലോസ് ചെയ്യണം, HTML ക്ലോസ് ചെയ്യണം. കാരണം ബോഡിയുടെ അകത്താണ് നമ്മളിവിടെ ഫോം ക്രിയേറ്റ് ചെയ്തത്. നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നേരത്തെ ഒരു ചെക്ക് അല്ലെങ്കിൽ check_data.js എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫയലിനെ എങ്ങനെ നമ്മൾ ലിങ്ക് ചെയ്യണു അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. HTML ഹെഡ് ടൈറ്റിൽ, എന്നിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് വാലിഡേഷൻ അത് കൊടുത്തു. സ്ക്രിപ്റ്റ് ടൈപ്പ് ഈക്വൽ ടു ഒന്നുകിൽ നമുക്ക് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് നമ്മുടെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് SRC സോഴ്സ് ഏത് ഫയലിനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്യണമെന്നാണ് കൊടുക്കണേ. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, ഹെഡ് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് പാഡ് ആണല്ലോ, അങ്ങനെ അറ്റാച്ച് ചെയ്യാം, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ഫയലായിട്ട് അറ്റാച്ച് ചെയ്യാം. ജാവാസ്ക്രിപ്റ്റ് ഫയലാണ് ഈ .js എന്ന് പറയുന്നത്. ഇനി ബോഡിയിൽ
ഫോം നെയിം കൊടുത്തു, സെൻറ്റർ കൊടുത്തു, രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യണു, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടെക്സ്റ്റ്, നെയിം ഈക്വൽ TXT രജിസ്റ്റർ നമ്പർ, അതേമാതിരി ബട്ടൺ കൊടുത്തു, ഗെറ്റ് റിസൾട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ. എന്നിട്ട് നമ്മൾ സെൻറ്റർ ക്ലോസ് ചെയ്തു, ഫോം ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ പ്രത്യേകത? നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മൾ ഏതാണോ നമുക്ക് വെക്കേണ്ടത് അതിനെ നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് എഴുതണു. അപ്പോൾ ആ ഫയലിനെയാണ് നമ്മളിവിടെ ലിങ്ക് ചെയ്യണേ എന്നുള്ളതാണ് അർത്ഥം. ഇനി നമുക്ക് അടുത്തതായിട്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ സ്ക്രിപ്റ്റിനകത്ത് കൊടുക്കാം, അതല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സ്ക്രിപ്റ്റിനകത്ത് ലിങ്ക് ചെയ്യുന്ന ഈ ഫയൽ കണ്ടില്ലേ, ആ ഫയലിനെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട്, അതാണ് എക്സ്റ്റേണൽ ഫയൽ എന്ന് പറയുന്നത്, സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ സ്ക്രിപ്റ്റിനകത്തേക്ക് അതിനെ ലിങ്ക് ചെയ്യിക്കാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ബോഡിയുടെ അകത്ത് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഹെഡിനകത്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് കൊടുത്തിട്ട് നമ്മുടെ വെബ് പേജിനെ ലിങ്ക് ചെയ്യിക്കാവുന്നതാണ്. ഇനി സെപ്പറേറ്റ് ഫയലായിട്ട് സ്റ്റോർ ചെയ്തിട്ട് ഇപ്പോൾ നമ്മളിവിടെ കാണിച്ച പോലെ ചെയ്യുകയാണെങ്കിൽ എന്താ ഗുണം? സ്പീഡായിട്ട് ലോഡാവും, എളുപ്പത്തിൽ നമുക്കത് ലോഡായിട്ട് കാണിച്ചു തരാനായിട്ട് പറ്റും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതേസമയം നമ്മളിപ്പോൾ ബോഡിയിലും HTML ടാഗ് വെച്ചിട്ട് അല്ലെങ്കിൽ ഹെഡിനകത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവണേ? നമ്മൾ ആ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ആയിട്ട് വരാൻ കുറച്ച് സമയമെടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം വെബ് പേജ് ലോഡ് ആവണം, എന്നിട്ട് ആ വെബ് പേജിലൂടെയാണ് അതിനെ നമ്മൾ ലോഡ് ചെയ്യിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഒരു .js എക്സ്റ്റൻഷനോട് കൂടിയിട്ട് ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മളിവിടെ നമ്മുടെ ഈ സ്ക്രിപ്റ്റിലേക്ക് ആ ഫയലിൻ്റെ പേര് SRC സോഴ്സ് വെച്ചിട്ട് ആ സ്ക്രിപ്റ്റ് ഫയലിനെ വെച്ചു കഴിഞ്ഞാൽ നമുക്കിത് എളുപ്പത്തിൽ സ്പീഡായിട്ട് ലോഡാവും, നമ്മുടെ പ്രോഗ്രാം വളരെ എളുപ്പത്തിൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പരമാവധി നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്യുക. മറ്റോണം ട്രൈ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചിലപ്പോൾ അത് ലോഡായി വരാൻ ഇത്തിരി സമയമെടുക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇതിലും അതിനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം. അപ്പോൾ ഓർക്കുക, എപ്പോഴും നമ്മൾ ലോഡ് ചെയ്യിക്കുമ്പോൾ ഇത്തിരി ടൈം എടുക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം ഒന്നുകിൽ നമ്മൾ ബോഡിയുടെ അകത്ത് അല്ലെങ്കിൽ ഹെഡിനകത്ത് ആണ് നമ്മുടെ സ്ക്രിപ്റ്റ് ലാംഗ്വേജ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ലോഡ് ചെയ്ത് വരാൻ ചിലപ്പോൾ ടൈം എടുക്കാം. അതേസമയം നമ്മൾ .js എക്സ്റ്റൻഷനോട് കൂടി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ഫയലായിട്ടാണ് ഇത് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ സ്ക്രിപ്റ്റിലേക്ക് ഇപ്പോൾ ഇവിടെ കൊടുത്തതുപോലെ സ്ക്രിപ്റ്റിലേക്ക് നമ്മളതിനെ SRC = എന്ന് പറഞ്ഞിട്ട് ആ ഫയലിൻ്റെ പേര് കൊടുക്കുക. അതേപോലെ ടൈപ്പ് = ജാവാസ്ക്രിപ്റ്റ് കൊടുത്തിട്ട് സ്ക്രിപ്റ്റ് ലാംഗ്വേജ് = ജാവാസ്ക്രിപ്റ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ SRC = ആ ഫയൽ നെയിം കൊടുത്തിട്ട് അങ്ങനെ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അത് ലോഡായി വരുന്നതായിട്ട് കാണാം. അതിനുശേഷം നമ്മൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത ശേഷം ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡിയുടെ അകത്ത് നമ്മൾ ഫോമിൻ്റെ പേര് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അത് സെൻറ്റർ നമ്മളാക്കിയിട്ട് എൻ്റർ എ നമ്പർ, നമുക്ക് സെൻറ്റർ എന്നല്ല നമുക്ക് ഇഷ്ടമുള്ള അലൈൻമെൻറ്റ് കൊടുക്കാം. എൻ്റർ നമ്പർ 1, എൻ്റർ നമ്പർ 2, അതേപോലെ ആ ടെക്സ്റ്റ് ബോക്സിന് പേര് കൊടുത്തു TXT num1 num2, പിന്നെ ഇടയിൽ നമ്മൾ ബ്രേക്ക് ടാഗ് കൊടുക്കണു. അത് കഴിഞ്ഞിട്ട് ദ സം ഈസ്, ഇനി ആ സം ഈസ് എന്നുള്ളത് നമുക്ക് അവിടെ പ്രിൻറ്റ് ചെയ്ത് വരാനായിട്ട് ഇൻപുട്ട് ടൈപ്പ് = ടെക്സ്റ്റ്, നെയിം = TXT സം, എന്നിട്ട് ബ്രേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻപുട്ട് ടൈപ്പ് ബട്ടൺ, വാല്യൂ = ഷോ, ഓൺ ക്ലിക്ക് ഷോ സം. അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമുക്കിവിടെ സം ഈസ് വരെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മുടെ ഈ ഫോം ഇവിടെ ക്ലോസ് ചെയ്യണം, സെൻറ്റർ ഇട്ടതുകൊണ്ട് സെൻറ്റർ ക്ലോസ് ചെയ്യണം, ബോഡി ക്ലോസ് ചെയ്യണം, HTML ക്ലോസ് ചെയ്യണം. ഇനി നമ്മൾ ഇവിടെ ഈ നമ്മൾക്ക് കിട്ടിയ ഔട്ട്പുട്ട് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് സം എന്നാണ് നമ്മൾ ഹെഡിങ് കൊടുത്തത്. എൻ്റർ എ നമ്പർ എൻ്റർ ചെയ്യണു. അത് കഴിഞ്ഞ് എൻ്റർ എ നമ്പർ അടുത്ത നമ്പർ എൻ്റർ ചെയ്യണു നമ്മൾ. ഇനിയിപ്പോൾ നമുക്ക് എൻ്റർ എ നമ്പർ എന്നുള്ളതിന് പകരം വേണമെങ്കിൽ എൻ്റർ എ നമ്പർ 1, അതേമാതിരി നമ്പർ 2 അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ എന്ത് വരും? നമുക്ക് നമ്പർ 1 അതേമാതിരി നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി സം ഈസ്, നമുക്ക് അപ്പോൾ അവിടെ സം ഈസ്, അപ്പോൾ ഷോ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സം ഈസ് എന്ന് പറഞ്ഞിട്ട് ആ സം ഇവിടെ പ്രിൻ്റ് ആക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് അവിടെ സം റിസൾട്ടാണ്, അതാണ് നമുക്ക് അവിടെ പ്രിൻ്റ് ആവുന്നത്. അപ്പോൾ നമ്മളൊരു ഫംഗ്ഷൻ വെച്ചു, അത് കഴിഞ്ഞിട്ട് അത് ഹെഡിലാണ് കൊടുത്തത്, ഹെഡ് ക്ലോസ് ചെയ്തു. അതിനുശേഷമാണ് നമ്മളിവിടെ ബോഡിയുടെ അകത്ത് വന്നിട്ട് നമ്മുടെ ഈ ഫോമിൽ ആവശ്യമായിട്ടുള്ള ആ നമ്പർ എൻ്റർ ചെയ്യാനുള്ളതും അതേപോലെ റിസൾട്ട് കാണിക്കാനുള്ളതും പിന്നെ അതുപോലെ തന്നെ ഷോ ബട്ടണും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഷോ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് അവിടെ അത് വർക്കാവുന്നു. എന്നിട്ട് നമുക്ക് റിസൾട്ട് അവിടെ സം ഈസ് എന്ന് പറഞ്ഞിട്ട് ആ റിസൾട്ട് നമുക്ക് ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടൊരു ടെക്സ്റ്റ് ബോക്സ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് TXT സം എന്ന് കൊടുത്തിട്ടുള്ളത്. മറ്റേത് രണ്ടിനും TXT num1 TXT num2 പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അവിടെ അത് വർക്കാവും.
ബാക്കി നമ്മൾ സ്ക്വയർ ഈസ്, നമുക്ക് സ്ക്വയർ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യിക്കണം. അപ്പോൾ സ്ക്വയർ ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടെക്സ്റ്റ് ബോക്സ് കൊടുക്കണം. TXT സ്ക്വയർ എന്നാണ് അതിന് കൊടുക്കണ പേര്. ഇനി BR നമുക്ക് ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു ബട്ടൺ, നെയിം ഈക്വൽ ടു ഷോ. അപ്പോൾ ഒരു ബട്ടൺ നമ്മൾ ഫിക്സ് ചെയ്യണം. ആ ബട്ടണിൽ ഷോ എന്നാണ് പേര് കൊടുക്കണം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ അതിൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സെൻറ്റർ ക്ലോസ് ചെയ്തു, ഫോം ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് അതനുസരിച്ച് കിട്ടുന്ന ഔട്ട്പുട്ട് സ്ക്രീനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് എൻട്രി ചെയ്യണതിനനുസരിച്ച് ടെക്സ്റ്റ് ബോക്സ് ഒക്കെ വലുതായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു പിക്ചർ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യ നമ്പർ, അപ്പോൾ നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിനകത്താണ് നമ്പർ എൻ്റർ ചെയ്യുക. അതേപോലെ സ്ക്വയർ ഈസ്, അപ്പോൾ നമ്മൾ ആ സ്ക്വയർ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ എന്ത് നമ്പറാണോ നമ്മൾ കൊടുത്തത് അതിൻ്റെ സ്ക്വയർ, ആ സ്ക്വയർ ഈസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കള്ളിയിലാണ് കാണുക. ഷോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റിസൾട്ട് ഡിസ്പ്ലേയിൽ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനൊരു സ്ക്രീനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിലൂടെ നമ്മൾ എന്ത് നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു ആ നമ്പറിനനുസരിച്ച് അതിൻ്റെ സ്ക്വയർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ സ്ക്വയറാണ് നമുക്ക് അവിടെ ഡിസ്പ്ലേയിൽ കാണുക. എപ്പോഴാണ് അത് കാണുക? ഷോ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയുള്ള വെബ് പേജസ് വേണോ അതനുസരിച്ച് നമുക്കത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതനുസരിച്ചുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അടുത്തതായിട്ട് കേസ് 0 നമ്മൾ തിരുവനന്തപുരം കൊടുത്തു, കേസ് 1 ബംഗളൂരു, കേസ് 2 ചെന്നൈ, കേസ് 3 മുംബൈ കൊടുത്തു. ഇനി നമുക്കറിയാം ഇവിടെ document.frm capital.txt capital.value equal to answer. അതായത് ആ ആൻസർ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്, അത് ആ ഫോമിനകത്തുള്ള ആ കമ്പോണൻറ്റിന് നമ്മൾ പേരിട്ടിരിക്കുകയാണ് FRM ക്യാപിറ്റൽ എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് TXT ക്യാപിറ്റൽ ടെക്സ്റ്റ് ബോക്സിലാണ് നമ്മളത് എൻട്രി ചെയ്യുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, അത് കഴിഞ്ഞ് ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി തുടങ്ങി. ബോഡിയുടെ അകത്ത് എന്താ ചെയ്യണേ? ഫോമിൻ്റെ പേര് കൊടുത്തു, അത് കഴിഞ്ഞ് സെൻറ്ററിൽ സ്റ്റേറ്റ് എന്ന് കൊടുത്തു, സെലക്ട് ചെയ്യണം സൈസ് ഈക്വൽ ടു 1, നെയിം CBO സ്റ്റേറ്റ്. നമുക്കവിടെ എന്തൊക്കെയാണ് ലിസ്റ്റ് ഉള്ളതെന്ന് നോക്കാം. അതിൻ്റെ അകത്ത് കേരള, കർണാടക, തമിഴ്നാടു, മഹാരാഷ്ട്ര, ഇത്രയുമാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് നിങ്ങളിപ്പോൾ കേരള എന്ന് സെലക്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടണത്? തിരുവനന്തപുരം എന്നുള്ള ഓപ്ഷൻ ക്യാപിറ്റലായിട്ട് വരുന്നത്. അതേപോലെ തമിഴ്നാടു ആണ് ഒരാൾ സെലക്ട് ചെയ്തതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ഓപ്ഷൻ ആൻസർ ചെന്നൈ ആയിരിക്കും. ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്തൊക്കെ വേണമോ അതനുസരിച്ച് നമ്മളവിടെ ഇൻപുട്ട് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഇവിടെ കേരള എന്ന് ഇൻപുട്ട് ചെയ്താൽ മാത്രം ആ ആൾക്ക് എന്ത് കിട്ടണോ? ആൻസർ തിരുവനന്തപുരം ആണ് ക്യാപിറ്റൽ. അതേപോലെ നമുക്ക് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വെബ് പേജാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തത്. അതിൽ കൂടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നു ഒരു സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലിനെ. അടുത്തതായിട്ട് if t_age equal to നമ്മൾ സ്പേസ് ഇട്ട് കൊടുത്തു ഡബിൾ കോട്ട്സിൽ. ഇനി അലേർട്ട് പ്ലീസ് എൻറ്റർ ഏജ് റിട്ടേൺ. അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ പ്ലീസ് എൻറ്റർ ഏജ് എന്നുള്ളത് കൊടുത്തിട്ട് റിട്ടേൺ. ഇഫ് ഈസ് നാൻ TH ഏജിൽ നമ്മൾ കൊടുക്കുന്നത് നോട്ട് എ നമ്പർ ആണെങ്കിൽ അലേർട്ട് പ്ലീസ് എൻറ്റർ എ നമ്പർ ആസ് ദ ഏജ്. അപ്പോൾ നമ്പർ അല്ലാത്തത് എൻ്റർ ചെയ്താൽ നമുക്ക് അവിടെ കാണിക്കണം ഒരു നമ്പറിനെ എൻ്റർ ചെയ്യണം, കാരണം ഏജ് നമ്പർ ആയതുകൊണ്ട്. എന്നിട്ട് റിട്ടേൺ കൊടുത്തു, നമ്മളത് ക്ലോസ് ചെയ്തു. ഇനി ഇവിടെ നോക്കുക, NH = നമ്പർ TH. നമ്മൾ കൊടുക്കുന്ന ആ ഏജ് എന്നുള്ളതാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഏജ്. ആ ഏജ് എന്ന് പറയണത് 15-നേക്കാട്ടിലും ചെറുതോ അല്ലെങ്കിൽ 20-യേക്കാൾ വലുതോ ആണെങ്കിൽ പറ്റില്ല. കാരണം ദ ഏജ് മസ്റ്റ് ബി ബിറ്റ്വീൻ 15 and 20. 15-ൻ്റെയും 20-ൻ്റെയും ഇടയിലായിരിക്കണം നമ്മൾ കൊടുക്കുന്ന ഏജ്. എന്നിട്ട് റിട്ടേൺ കൊടുക്കുക, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യുക, ഹെഡ് ക്ലോസ് ചെയ്യുക. ഇത്രയും നമുക്ക് ഇവിടെ ഇതുവരെ ചെയ്യേണ്ടതാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെയാണ് എഴുതണമെന്ന് നോക്കാം.